Relationship Podcast. I am Devapriya, a hospital administration with minor in medical tourism student at the Yanapura University. Today we are happy to have Dr. Aisha B with us. She is the occupational therapist and the founder of Planet Growth and Wellness, which is two branches. She is a successful woman entrepreneur who has built her clinics through hard work, dedication, and patience for helping the people. Welcome to our podcast, Dr. Aisha. Can you please introduce yourself and tell about your journey as an occupational therapist and entrepreneur? ഞാന് ആയിഷാബി. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാല് 12 വർഷമായി. അതിൽ 6 വർഷം ഞാൻ പുറത്ത് വേറൊരു NGOയിലായിരുന്നു വർക്ക് ചെയ്ത്. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനൊരു ക്ലിനിക്ക് എന്നുള്ള സ്വന്തമായിട്ടൊരു സ്ഥാപനം വേണോ എന്നുള്ളൊരു ഉദ്ദേശത്തിലേക്ക് എത്തുന്നത്. അപ്പോ അതിനെ ഇവിടെ തുടങ്ങുമോ എങ്ങനെ തുടങ്ങും എന്നുള്ളതൊന്നും ഒരു അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ കുറെ മുന്നേ ഞാനിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വൺസ് ഞാനൊന്ന് തുടങ്ങണമെങ്കിൽ അതൊരു ഫുൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മാളിനൊക്കെ പോലെ, അതൊരു മാളിൽ പോയാൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ, അതുപോലെ ഒരാള് നമ്മുടെ അടുത്തൊരു തെറപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്പീച്ച് തെറാപ്പി, ഇത് നമ്മുടെ തെറാപ്പി ക്ലിനിക് ആയതുകൊണ്ട് തന്നെ സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, ഫിസിയോ, അതുപോലെ എല്ലാ മൾട്ടി റീഹാബും ഒരു കൊടക്കീഴിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഡ്രീം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെട്ടത്. അപ്പൊ അത് തുടങ്ങണം, അതിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരുത്താൻ പറ്റണം. പിന്നെ What inspired you to start your own clinic instead of working only as an occupational therapist? ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാനിപ്പോ ഈ NGOസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കുട്ടീന്റെ നീഡ്, നമ്മൾ പീഡിയാട്രിക് ഒക്കുപേഷൻ തെറാപ്പിസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് നീഡ് എത്ര അധികം നീടുള്ള ആളാണെങ്കിലും എത്ര കുറവ് നീടുള്ള ആളാണെങ്കിലും എല്ലാരെയും നമ്മൾ ഒരേപോലെ കൺസിഡർ ചെയ്തിട്ട് കൂടുതൽ നീടുള്ളവർക്കും കുറച്ച് നീടുള്ളവർക്കും ആ ഒരു വീക്ക്ലി ത്രൈസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക്, അപ്പൊ ഇവരെ ഒരു പാരന്റിന്റെ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമ്മളത് ചിന്തിക്കുമ്പോൾ ഭയങ്കര റോങ് പാറ്റേണിലാണ് അത് പോകുന്നത്. കാരണം ഡെയിലി കൊടുക്കേണ്ട ആളുകളുണ്ട്, വീക്ക്ലി ത്രൈസ് കൊടുക്കേണ്ട ആളുകളുണ്ടെങ്കിലും എല്ലാവർക്കും ഒരേ പാറ്റേണിലാണ് പോവുക. അപ്പൊ അതിൽ നിന്നും എന്തുകൊണ്ട് നമുക്ക് ഇതിനെ മാറി ചിന്തിച്ചുകൂടാം, നമ്മളിപ്പോ ഒരു ഇന്റൻസീവ് ആയിട്ട് നമുക്ക് എങ്ങനെ തെറപ്പി കൊടുക്കാനാകും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തുന്നതും ഇങ്ങനെ ഒരു ക്ലിനിക്ക് എന്നുള്ള രൂപത്തിൽ. ഇപ്പൊ നമ്മളിത് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു 4 years ആയി. ഇന്ന് വരെ നമ്മളെടുത്ത് വന്നവരാരും വെറുകയോടെ മടങ്ങിപ്പോണ്ടി വന്നിട്ടില്ല. കാരണം എന്ത് ഇന്റൻഷനോട് കൂടിയാണോ പ്ലാനറ്റിലേക്ക് അവർ വരുന്നത്, ആ ഇന്റൻഷൻ ഫുൾഫിൽ ചെയ്തിട്ടാണ് നമ്മൾ അവര് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അവര് മടക്കി അയക്കുന്നത്. സോ വേറെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ വലിയ പരസ്യങ്ങളോ വലിയ അഡ്വർടൈസ്മെന്റോ വലിയ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നും അഡ്വർടൈസ്മെന്റിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നില്ല. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. കാരണം ഇവിടെ വന്ന് പോയിട്ടുള്ള ഒരാളെ ഫീഡ്ബാക്ക് കേട്ടിട്ടാണ് വേറൊരാൾ ഇവിടെ വരുന്നത്. അപ്പോ ആ ഒരു കണ്ടീഷൻ എന്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, ആ രൂപത്തിലേക്ക് ഇതിനെ എത്തിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പിന്നെ ആ ഒരു ടീം ബിൽഡ് ചെയ്യാം, നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനോട് കൂടിയാണ് ഇതിൽ വന്നത്. അത് നമുക്ക് ഈ ഒരു 4 years കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളിങ്ങനെ ജേർണി കണ്ടിന്യൂ ചെയ്യും. Starting one clinic is challenging. What motivated you to expand and establishing a second clinic? നമ്മള് ഈ ഒരു ആയഞ്ചേരി പോലെയുള്ള ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്താൽ ഇത് എസ്റ്റാബ്ലിഷ് ആക്കുക എന്നുള്ളത് ആക്ച്വലി ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു. നമ്മളിത് തുടങ്ങുമ്പോൾ ഈ ബിഗിനിങ് ടൈമില് ഒരുപാട് പേര് നമ്മളോട് ഇതില് എങ്ങനെയാ ഇത് ചെയ്യുക, ഇവിടെ ബസ് സർവീസുകളൊക്കെ മര്യാദക്ക് ഇല്ലാത്ത എല്ലാ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മളിതിൽ എത്തിപ്പെടും എന്നുള്ളൊരു ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മളടുത്ത് നല്ലൊരു ക്വാളിറ്റി സർവീസ് ഉണ്ടെങ്കിൽ അത് തേടിയിട്ട് ഏത് നാട്ടിൽ നിന്നും ആളുകൾ വരും എന്നുള്ളത് നമ്മൾ ഈ ഒരു 4 years കൊണ്ട് പ്രൂഫ് ചെയ്ത കാര്യം. ഇപ്പൊ നമ്മളെ പിന്നെ ബേസിക്കലി ഈ ഒക്കുപേഷൻ തെറാപ്പി സർവീസ് നമ്മളെ നാടുകളിൽ വളരെ റയർ ആയിട്ടുള്ള സാധനം. അപ്പോ ആ ഒരു ഏരിയയിൽ ഇപ്പൊ നമ്മൾ 2ാമത് ക്ലിനിക്ക് തുടങ്ങിയ ആ ഒരു വടകര ഏരിയയില്
ഇങ്ങനെയൊരു സർവീസ് കിട്ടുന്ന സ്ഥലം എവിടെയും ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇൻഡിവിജ്വൽ ക്ലിനിക്കുകളാണ് ഉള്ളത്. മീൻസ് ഫിസിയോ മാത്രം കിട്ടുന്നത്, സ്പീച്ച് തെറാപ്പി മാത്രം കിട്ടുന്നത്. അപ്പൊ ഒരു ഇതിൽ തന്നെ എല്ലാം കൂടെ കിട്ടണം എന്നുള്ള ഒരു കൺസെപ്റ്റില് പ്ലസ് ഡോക്ടേഴ്സിന്റെ സർവീസും കൂടെ അതില് ഇപ്പോ നമ്മുടെ ENT, കാരണം ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കോഴിക്കോട് പറഞ്ഞു വിടണം, വടകര പറഞ്ഞു വിടണം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ മറികടക്കുക ഇതിലുള്ളതിനേക്കാളെ ഒന്നും കൂടെ നല്ല ഇതായിട്ടാണ് നമ്മൾ ആ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് വേറെ മോട്ടിവേഷൻസ്. How do you balance your roles as a entrepreneur, an occupational therapist and a mother? ആക്ച്വലി അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ്. കാരണം നമ്മളൊരു എന്റർപ്രണർ ആയിരിക്കുക, ഒരു മദർ ആയിരിക്കുക, നല്ലൊരു വൈഫായിരിക്കുക, നല്ലൊരു ഇൻലോ, ഡോട്ടർ ഇൻലോ ആയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനം. സോ ഇതിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ എൻ്റെ ഫുൾ ടൈം, എൻ്റെ ഫുൾ ഫിസിക്കൽ ഹെൽത്തും ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും എനിക്ക് എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മളിങ്ങനെ ഒരു ക്ലിനിക്ക് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലിനിക്ക് ഇങ്ങനെ നടത്തി പോകുക എന്ന് പറയുമ്പോൾ മെന്റലി ഫിസിക്കലി നമ്മൾ എന്താവും, തീരെ ലോ ലെവലിലാകും. സോ ഇതിന് നമ്മളിപ്പോൾ മെന്റലി നമ്മൾ ടയേർഡായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അഗ്രഷൻ ആകും, പെട്ടെന്ന് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശരിക്കും ഹസ്ബൻഡിന്റെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ആ സപ്പോർട്ടാണ് എൻ്റെ വിൽ പവർ കൂട്ടുന്നത്. കാരണം അത് എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ. ഒരു സമയത്ത് ഞാനിത് തുടങ്ങിയ സമയത്തൊക്കെ പിന്നെ ഇത് ഡ്രോപ്പ് ചെയ്യണം, മതി, എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ വീണ്ടും എന്നെ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് 4 years ക്രോസ് ആവാനുള്ള കാരണം മെയിനായിട്ട് ഹസ്ബൻഡാണ്. പറ്റും, കൂട്ടിയാൽ കൂടും എന്നുള്ളൊരു രൂപത്തിലേക്ക് എത്തിയതും ഇന്നൊരു സെക്കൻഡ് ബ്രാഞ്ച് ഓപ്പൺ ആക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിയതും ഹസ്ബൻഡാണ്. അപ്പൊ നമ്മളൊരു ഫിസിക്കലി അല്ലെ മെന്റലി ടയേർഡ് ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ലീവുകൾ എടുക്കണമെങ്കിലും നമുക്ക് ഒരാളെ ഇവിടെ ആക്കി പോകാൻ പറ്റണം. അപ്പൊ അത്രയും നല്ലൊരു എന്താ പറയാ ടീം നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അശ്വതിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വരുന്നത്. അവരത്രയും നമ്മളെടുത്ത് ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു ബിൽഡിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് ക്വാളിറ്റി, ഇപ്പൊ നമ്മൾ റിസപ്ഷൻ തൊട്ട് എല്ലാവരുടെ അടുത്തും ഒരേപോലെ ബിഹേവ് ചെയ്യുക, ഒരേപോലെ നിൽക്കുക. അപ്പൊ നമുക്ക് ആ വർക്ക് പ്രഷറുകളൊക്കെ കുറക്കാനാവും. ഇപ്പൊ നമ്മൾ എന്നും ഇതിനൊരു ബേർഡൺ ആയി കാണുമ്പോൾ നാളെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ ടൈംലി സാലറി കൊടുക്കുക, അതും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാധനം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതൊക്കെ വളരെയധികം കെയർഫുൾ ആയിട്ട് നീങ്ങുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. What advice would you give to young women who dream of becoming entrepreneur in the healthcare field? നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, നമ്മൾ ഡിസയർ ഉണ്ടെങ്കിൽ, നമ്മൾ അത് വഴിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കൊരു എന്താണോ നമ്മുടെ ഡ്രീം അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് പിന്നെ നല്ലൊരു തെറപ്പിസ്റ്റ് ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും തെറപ്പിസ്റ്റ് ആവാൻ പറ്റും. പക്ഷെ ബെസ്റ്റ് തെറപ്പിസ്റ്റ് ആവുക, ഇൻഡസ്ട്രിയിലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു തെറപ്പിസ്റ്റ് ആവുക എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളതിന്റെ റേറ്റിംഗ് നോക്കിയിട്ടാണ്. ഈവൻ ആമസോണിന് ചീപ്പ് റേറ്റിന് സാധനം വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു റേറ്റിംഗ് നോക്കും. സോ അത്ര ഒരു 5 star റേറ്റിംഗ് ഉള്ള ഒരു പേഴ്സൺ ആവുക എന്ന് പറയുന്നത് നമ്മളെ ഡിസൈറിനെ അനുസരിച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ്. സോ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്തുനിന്ന് കുഞ്ഞിപ്പള്ളി, പിന്നെ പെരിങ്ങത്തൂര്, കണ്ണൂരിൽ നിന്ന് വരെ നമ്മുടെ അടുത്ത് ഇവിടെ ഫ്ലാറ്റ് എടുത്ത്, മലപ്പുറത്ത് നിന്ന്, പാലക്കാട് നിന്ന്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാല് കോട്ടയത്ത് നിന്ന് ഇവിടെ അടുത്ത് വന്ന് റൂം എടുത്ത് താമസിച്ചിട്ട് തെറപ്പി ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. സോ അതിൽ അവർക്ക് അവരുടെ ടൈം, അവരെ മണി, ഇതൊക്കെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും. അപ്പൊ അതൊരു ഇൻഡിവിജ്വലിനെ കണ്ടിട്ടാണ് അവരിതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായി വരുന്നത്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. അപ്പൊ അത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. നമ്മള് MBBS ഡോക്ടർ ആവാന്നതായിരുന്നു എൻ്റെ ഒരു ഡ്രീം. പക്ഷെ അത് എനിക്ക് ആവാൻ പറ്റില്ല, നമ്മൾ ഓരോ ബാക്ക്ഗ്രൗണ്ട് കാരണം അങ്ങനെ ആവാൻ പറ്റില്ല. അപ്പൊ എത്തിപ്പെട്ട ഫീൽഡിൽ നമ്മൾ പുലിയായിരിക്കുക. ആര് കണ്ടാലും നമ്മൾ മോശമില്ലാത്ത തരത്തിൽ 4 ആളുകൾ ചോദിച്ചാൽ അതിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരോട് പറയും, നമ്മളോട് ആരെന്ത് ചോദിച്ചാലും ഫിംഗർ ടിപ്പിലായിരിക്കണം നമ്മളെ കാര്യങ്ങൾ. നമുക്കൊരു ആൻസർ പറയാൻ പറ്റണം, അല്ല നമ്മൾ വേറൊരാളോട് ചോദിച്ചിട്ട് പറയേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരരുത് എന്നുള്ള. അപ്പൊ നമുക്കൊരു സ്ട്രോങ് ഡിസയർ ഉണ്ടെങ്കിൽ നമ്മൾ അത് മുന്നോട്ടേക്ക് നയിക്കും. അപ്പൊ നമുക്ക് വഴി നമ്മൾ. What has been the happiest or the most memorable moment in your career
as an occupational therapist and an entrepreneur. ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 years ആയപ്പോൾ ഒരു ബേബിനെയും കൊണ്ട് 1 year 11 month ഉള്ള ഒരു ബേബിനെയും കൊണ്ട് വന്നു. അപ്പോൾ ഈ കുട്ടിക്ക് നമ്മള് 3 monthsലാണ് ഹെഡ് എന്താക്കണ്ടേ കൺട്രോൾ വരണ്ടേ, നെക്കിന്റെ കൺട്രോൾ വരണ്ടേ. അപ്പം അത് 1 year 11 months ആയ ഒരു കുട്ടിക്ക് അപ്പോഴും വന്നിട്ടില്ല, ഹെഡ് കൺട്രോൾ ആയിട്ടില്ല. നമ്മളൊരു നോർമൽ ഡെവലപ്മെന്റൽ പാറ്റേൺ ഉണ്ടല്ലോ, അതായത് ഒരു മനുഷ്യനായി തീരണമെങ്കിൽ വേണ്ട കുറെ ഡെവലപ്മെന്റൽ പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ആ പാറ്റേണിലേക്ക് ഫസ്റ്റ് നമ്മൾ പ്രസവിച്ച ഒരു ഇൻഫാന്റ്, ഒരു ന്യൂ ബോണിൽ ഉണ്ടാവേണ്ട ഒരു സാധനം 1 year 11 month ആയ ഒരു ബേബിക്ക് ഇല്ല. അപ്പൊ നമ്മൾ അത് വരുമ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് 11 month തെറപ്പി കൊടുത്ത് 11 മാസം നമ്മൾ തെറപ്പി കൊടുത്ത് ഇവര് നമ്മളുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് ഈ കുട്ടി തലയുറക്കാതെ വന്ന ആള് തലയുറച്ചി കമിഴ്ന്ന്, അതായത് റോൾ ഓവർ ചെയ്ത് ക്രീപ്പിങ്, ക്രോളിങ്, സിറ്റിങ്, ഈ എല്ലാ ഇതും കംപ്ലീറ്റ് ചെയ്ത് നടന്നിട്ടാണ് നമ്മളുടെ അടുത്തുനിന്ന് പോകുന്നത്. അപ്പോ ആ അമ്മേനെ സംബന്ധിച്ചിടത്തോളം നല്ല ബെസ്റ്റ് മൊമെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരുപാട് തെറപ്പി സെന്ററുകളിൽ പോയി, എന്നിട്ടും 1 വയസ്സ് 11 മാസം എന്ന് പറയുമ്പോൾ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നല്ലോണം സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആയിട്ട് പോലും കുട്ടി ഹെഡ് കൺട്രോൾ ആയിട്ടില്ല, നെക്ക് കൺട്രോൾ വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഈ ഒരു തരത്തിലേക്ക് ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. അവര് നമുക്ക് റിവാർഡൊക്കെ തരുമെങ്കിൽ കൂടിയും നമുക്കതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം. അത് നമ്മൾ കൊടുക്കുന്ന ഭയങ്കര ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു പേയ്മെന്റ് കൊടുത്തിട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താക്കണ്ട, അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു അമ്മ ഇവിടുന്ന് പോയതിനു ശേഷം നമുക്ക് അവർ പറഞ്ഞിട്ട് ഒരുപാട് പേഷ്യൻസ് നമ്മളെ തെരഞ്ഞിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ കുട്ടി നമ്മളെ സർവീസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്യുപേഷൻ തെറാപ്പീന്റെ സർവീസ് അല്ല, കുട്ടി കുറച്ചൊരു ബിഹേവിയറൽ ഇഷ്യൂസും സാധനങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ ശരിക്കും എന്റെ മക്കളെ, എനിക്ക് 3 പിള്ളേരുണ്ട്, അപ്പൊ ഈ 3 മക്കളെ ഞാൻ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കുട്ടീനെ കാണുക. അവരെ മണിയും അവരെ സമയവും ഒക്കെ ടൈമും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ അവർക്ക് കൊടുക്കും. ഇതിലിപ്പോ നമ്മൾ ഇവിടെ തെറപ്പി സെഷൻ കഴിഞ്ഞാൽ ഹോം തെറപ്പി എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ അമ്മേനെ പഠിപ്പിക്കും. ഈ ടീച്ച് ചെയ്ത സാധനങ്ങൾ അവർ വീട്ടിൽ പോയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അടുത്ത ദിവസം നമുക്കത് മനസ്സിലാകും, ഇത് ഇവര് തെറപ്പി ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ സ്ട്രിക്റ്റ് ആവേണ്ടടുത്തിട്ട് സ്ട്രിക്റ്റ് ആകും. ആ ഒരു തരത്തിൽ അവരോട് നിന്നിട്ടാണ് നമ്മൾ ഈ മക്കളെ എന്താക്കുന്നത്, ഇംപ്രൂവ് ആക്കി കൊണ്ടുവരുന്നത്. നടക്കാത്ത, തല ഉറക്കാതെ ഇങ്ങനെ കമഴ്ത്തി പിടിച്ച് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ നടന്നിട്ട് നമ്മളോട് ടാറ്റ പറഞ്ഞ് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്. അതുപോലെ ഫോൺ അഡിക്ഷൻ വന്നിട്ട് തീരെ അച്ഛനെയും അമ്മേനെയും ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതാവുക. ഇപ്പൊ ആഫ്റ്റർ കൊറോണക്ക് ശേഷം നമ്മൾ ഈ ഫോണിന്റെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളെ ഉപയോഗം കൂടുതലായിരിക്കും. പിന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പിള്ളേരായിരിക്കും ഉണ്ടാവുക, കാരണം അബ്രോഡ് ആയിരിക്കും. അപ്പൊ അപ്പൻ ജോലിക്ക് പോകും, ഈ അമ്മയും കുട്ടിയെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഫോണിന് അഡിക്ഷനോ ഫോണോ എന്തെങ്കിലും ടൈപ്പ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾക്ക് അഡിക്റ്റ് ആകുമ്പോൾ ഈ സംഭവം ഈ കുട്ടീനെയാണ് ബാധിക്കുക. കാരണം ഒരു 1 year ആയിട്ടും 2 year ആയിട്ടും ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യാനോ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷനോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് ഒരു 21 days ഒരു കണ്ടിന്യൂസ് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു തെറപ്പി നമ്മൾ പ്ലാൻ ചെയ്യും. ആ 21 days ആകുമ്പോഴത്തേക്ക് ഒന്നും സംസാരിക്കാതെ വന്ന കുട്ടി കാര്യങ്ങൾ ചോദിക്കാനും വളരെ ലെജിബിൾ ആയിട്ടുള്ള രൂപത്തിൽ വാക്കുകൾ സംസാരിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ ആസ് എ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് എന്നുള്ള നിലക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെന്റ്. കാരണം അവര് എന്ത് ഹോപ്പിലാണോ നമ്മുടെ അടുത്ത് വരുന്നത് അത് ഫുൾഫിൽ ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ ബാക്ക്. അപ്പോൾ നമ്മൾ പ്ലാനറ്റിൽ കൊടുക്കുന്നത് എന്ന് വെച്ചാല് അഡൾട്ടിനെയും പിന്നെ പീഡിയാട്രിക്സിനെയും, മെയിൻ ആയിട്ട് നമ്മൾ പീഡിയാട്രിക്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽ അഡൾട്ടിൽ നമ്മൾ സൈക്കോളജിയുടെ സേവനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കൗൺസിലിംഗ്, കപ്പിൾ കൗൺസിലിംഗ്, മെറിറ്റൽ കൗൺസിലിംഗ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള കൗൺസിലിംഗ്, പിന്നെ ഫാമിലി ഇഷ്യൂസിനൊക്കെ ഉള്ള കൗൺസിലിംഗും സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ സ്പീച്ച് തെറാപ്പി, പിന്നെ ഒക്യുപേഷൻ തെറാപ്പി. ഇപ്പൊ നമ്മൾ ഒക്യുപേഷൻ തെറാപ്പി സർവീസസ് നമ്മൾ കൊടുക്കുന്നത് ഓട്ടിസം, ADHD, ഇതൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഒരു ഓട്ടിസ്റ്റിക്കോ ഒരു ADHD ഒക്കെ ആയിട്ട് ആളുകളുണ്ട്. ഈ ജനറേഷന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ ഓട്ടിസം, ADHD, സെറിബ്രൽ പാൽസി, ഡൗൺ സിൻഡ്രോം, പിന്നെ ഈ സിൻഡ്രോമിക് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണമുണ്ട്. ന്യൂനാൻ സിൻഡ്രോം, പിന്നെ എഞ്ചൽമാൻ സിൻഡ്രോം, പിന്നെ റെറ്റ് സിൻഡ്രോം, ആസ്പെർജർ സിൻഡ്രോം, ഇങ്ങനെ ഒരുപാട് സിൻഡ്രോമിക് ആയിട്ടുള്ള കണ്ടീഷൻസ്. പിന്നെ
നമ്മൾ പഠന വൈകല്യങ്ങള്, ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ക്ലാസ്സിൽ പോകാൻ മടിയുള്ളവര്, പിന്നെ ഒരു റീസൺ ഇല്ലാത്ത ഭയം, പേടി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകള്, ഇവർക്കൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, നമ്മൾ സർവീസസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വിത്തിൻ 3 months ഉള്ളിൽ നമ്മളൊരു നല്ല വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇവരെ പറഞ്ഞു വിടുന്നത്. വളരെ റയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രമാണ് നമ്മൾ കുറച്ച് ലോങ് ടേം ഈ ആളുകൾക്ക് നമ്മുടെ അടുത്ത് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷൻസിലും നമ്മൾ ഇവരെ പേക്കപ്പ് ആക്കാറുണ്ട്. ഇപ്പൊ ഈ ഫിസിക്കൽ കണ്ടീഷൻ ഇനി പറഞ്ഞ പോലെ ഡെവലപ്മെന്റൽ ഡിലേ, പിന്നെ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കും. കാരണം അവർക്ക് ഇന്റലക്ച്വൽ പാർട്ടും ഫിസിക്കൽ പാർട്ടും ഒരേ സമയം അഫക്റ്റഡ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മറ്റേതിനെ നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അപ്പൊ ഈ കേസിൽ രണ്ടും നഷ്ടപ്പെടുന്ന കേസിൽ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാധനം നഷ്ടപ്പെടുമ്പോൾ അത് രണ്ടും നമുക്ക് ഒരേ സമയം കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആണ്. എന്നിരുന്നാലും അത് നമ്മൾ റെഡിയാക്കുന്നുണ്ട്.